ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നൊരാൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര ഹാപ്പി മൂമെൻറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു സാധനം നമ്മളെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. എന്താണെന്നറിയാം? റോഡ് ആൻഡ് റീൽ. അതായത് ഈ ഒരു ചൂണ്ടൽ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. ഈ ഒരു ചൂണ്ടൽ വാങ്ങണമെന്നും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു സബ്സ്ക്രൈബർ തരുന്ന ആദ്യ ഗിഫ്റ്റ് കൂടിയാണത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഉപയോഗിച്ച് നോക്കാം, മീൻ കിട്ടുമോ നോക്കട്ടെ. എങ്ങനെയാലും ഈ രസകരമായ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ചൂണ്ട ഇടാനും വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം നിങ്ങൾക്ക് ബാക്കിൽ നമ്മളെ കുറ്റിപ്പുറം റാറാറാ പാലം കാണാൻ പറ്റും. ഏകദേശം ഭാരതപ്പുഴയിൽ എത്തിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കിട്ടുമോ ഇല്ലെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി ഈ ഭാരതപ്പുഴ ഒഴുകി പോകുന്ന തൊട്ടപ്പുറത്ത് കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറം ചെമ്പ്രോട്ടം പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്ത് നല്ല ഒരുപാട് മീൻപിടുത്തക്കാർ ഏത് സമയമുണ്ട് അവിടെ സ്ഥലമാണ്. അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ഈ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുമോ എന്നൊന്ന് നോക്കാം. ഞങ്ങൾ കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട്. പക്ഷേ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വെയിലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാനും വേണ്ടി റെഡി ആവുന്ന സമയത്ത് മഴ പെയ്തിട്ട് കുറച്ച് നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ മഴ മാറിയതിന് ശേഷം വീണ്ടും ഇറങ്ങിക്കുകയാണ്. നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാം, ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നല്ല. ഈ റോഡ് ആൻഡ് റീൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് ഏകദേശം ചെറിയൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചൂണ്ട കെട്ടുക എന്നുള്ളത്. നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു റോഡും അതുപോലെ തന്നെ ഇവിടെ റീലുണ്ട്. ഇതുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സംഭവം കിട്ടി. ഇതിൻ്റെ കൂടെ ഇതിലുണ്ടായിരുന്നത് ഈ ഒരു കുളത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടയുടെ കൊക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പലരും പല സംഭവങ്ങൾ വാങ്ങിയിട്ട് ലൂറ് വാങ്ങിയിട്ടൊക്കെ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൂറും വാങ്ങിയിട്ടുണ്ട്, നമ്മളൊന്ന് പരീക്ഷിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പരൽമീൻ പോലത്തെ ലൂറാണ്. ഇതിന് ഏകദേശം 300 രൂപയോളം വില വന്ന്. പിന്നെ അതുകൂടാതെ ഈ കൊക്ക തിരുമ്പ കെട്ടുന്നതായിട്ട് കണ്ടത്, നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത് വേറൊരു ചൂണ്ടൽ വയറുമ്മൽ കെട്ടിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു കത്രിക വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ചൂണ്ടലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയത്ത് കയറി നിന്നിട്ട് ഒരു വിധമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയായാലും നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഇനി കുറച്ച് ഇട്ട് നോക്കാം. കൂടെ ഇടാതെ നേരത്തെ ബിസിയായി പോയില്ല. അളിയ അതിൻ്റെ ഇടയിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാവൂട്ടാ. ചെങ്കായി എങ്ങനെയൊക്കെ പോട് ചെയ്യും. തീർന്നോടെ ഇതളിയാ പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ.
നമുക്ക് ഫാം കൊണ്ടുപോയിട്ടാലോ? അതല്ല, നമുക്ക് അയങ്കലത്ത് പോകാം. ഓ, ദൂരം പോയി. ഫ്രണ്ട്സ്, നമ്മളിത് പഠിച്ചു വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ കുറേ ഏറി ശരിക്കും ദൂരം പോകുന്നില്ല. ഒന്ന് നമ്മൾ ഇട്ടിട്ടുള്ള ഇതിന് വെയിറ്റ് ഇട്ടിട്ടുണ്ടായില്ല. നേരിട്ട് നമ്മൾ കൊക്ക കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ എറിയാൻ ശ്രമിച്ചത് വെയിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല ഒഴുക്കുമാണ്. മീനില്ലാത്തതുകൊണ്ടാണ്, ഒഴുക്ക് കൂടിയതുകൊണ്ടാണ്. അത് നമുക്ക് ഇത് എറിയാൻ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് അറിയില്ല. ഒന്നും കിട്ടിയില്ലാണ്ട് ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഫാം ഉണ്ടെങ്കിൽ നമ്മൾ ഫാം പോയിട്ട് ഒരു മീനെങ്കിലും ഇതിട്ട് പിടിക്കണം എന്നുള്ള വാശിയിൽ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാലും ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിൽ, അതായത് ഐങ്കലം ഫിഷ് ഫാമിൽ എത്തിയിട്ടുള്ളതാണ്. എങ്ങനെയാലും ഇതിൽ ഒരു മീൻ പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാലും ഇട്ട് നോക്കാം. ഇവിടെയെങ്കിലും ഇട്ട് നോക്കട്ടെ, കിട്ടും പ്രതീക്ഷിക്കുന്നു. ഏയ്, ആ കായോട് ചുരുട്ടി കൊടുക്ക്. ഇത്ര ഇനി അതിന്റെ ചെറുതായിലുണ്ടാ ചുരുട്ട് ചുരുട്ട്. അങ്ങനെ നമ്മൾ കുറേ ശ്രമത്തിന് ശേഷം ഒന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 1/2 കിലോൻ്റെ മുകളിലെങ്കിൽ വെയിറ്റ് കാണണം. ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒന്നും കൂടി ഇട്ട് നോക്കാം, വേറെ കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. ഈ ഒരു ഐങ്കലം ഫിഷ് ഫാമിൽ തിലോപ്പിയ, വാള ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇതുവരെ നാടൻ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫാമിനെ തിരഞ്ഞെടുത്ത് ഇവിടെ വന്നത്. തൊട്ടടുത്ത് ഭാരതപ്പുഴ ഉണ്ട്, അവിടെ ഇട്ടിട്ട് നമുക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിച്ചതാണ് നമ്മൾ ഈ റോഡാൻഡ്രിയിൽ. അപ്പോൾ ഇതുകൊണ്ടൊരു മീൻ പിടിക്കണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമായിരുന്നു. അതിവിടെ സഫലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏകദേശം 1 കിലോനെങ്കിലും വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത് സാധനം കൊള്ളാട്ടാ. നമ്മൾ കൊക്ക ഓടിയിട്ട് ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. മണ്ണിലിട്ട് കുറച്ച് പിടച്ച് അത് മതി.